പ്രിയ അധ്യാപക കൂട്ടുകാരെ, നമ്മുടെ കൊച്ചു കൂട്ടുകാർക്കായി 3ാം ക്ലാസ്സിലെ ICT പാഠപുസ്തകമായ പ്ലേബോക്സ് പരിചയപ്പെടുത്തുന്ന വീഡിയോ പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് 3ാമത്തെ യൂണിറ്റായ ക്രമീകരിക്കാം അണിനിരത്താം അഥവാ ലെറ്റ്സ് അലൈൻ ദ തിങ്സ് എന്ന പ്രവർത്തനമാണ്. കുട്ടികളിൽ നിരീക്ഷണ പാടവവും ലോജിക്കൽ ചിന്തയും വളർത്താൻ സഹായിക്കുന്ന മനോഹരമായ ഒരു കളി ഇതിലൂടെ നമുക്ക് പരിചയപ്പെടാം. ഈ കളിയിലൂടെ പഴങ്ങളും ആകൃതികളും ഒരു പ്രത്യേക ക്രമത്തിൽ അണിനിരത്താൻ കുട്ടികൾ പഠിക്കുന്നു. ഇതിനായി ആദ്യം തന്നെ കമ്പ്യൂട്ടറിലെ GCompris അഥവാ GCompris സോഫ്റ്റ്വെയർ തുറക്കുക. ഇനി സ്ക്രീനിൽ മുകളിൽ കാണുന്ന ടെക്സ്റ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ലോജിക് അഥവാ ലോജിക് വിഭാഗം തിരഞ്ഞെടുക്കുക. ഇതിൽ നിന്നും ലോജിക്കൽ അസോസിയേഷൻസ് എന്ന കളിയിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ മുകളിലായി ഒരു നിരയിൽ കുറച്ച് പഴങ്ങൾ കാണാം. ആപ്പിളും പേരയ്ക്കയുമൊക്കെ ഒരു പ്രത്യേക ക്രമത്തിലാണ് അണിനിരത്തിയിരിക്കുന്നത്. അതിന് താഴെയുള്ള വരി ശ്രദ്ധിക്കൂ. അവിടെ ചില പഴങ്ങൾ കാണാനില്ല. അവിടെ ഒരു ചോദ്യചിഹ്നവും കാണാം. മുകളിലെ വരിയിലെ ക്രമം മനസ്സിലാക്കി താഴെയുള്ള വരി പൂർത്തിയാക്കുകയാണ് കളിയുടെ ലക്ഷ്യം. ഇതിനായി താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്നും ശരിയായ പഴം തിരഞ്ഞെടുക്കുക. അതായത് താഴെയുള്ള പഴങ്ങളിൽ നിന്നും ചോദ്യചിഹ്നമുള്ള ഭാഗത്തേക്ക് എത്തിക്കാനായി താഴെ കാണുന്നതിൽ നിന്നും യോജിച്ചത് കണ്ടെത്തി ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്രകാരം വരി പൂർത്തിയാക്കിയ ശേഷം ഈ ഗെയിമിലെ അടുത്ത സ്റ്റേജിലേക്ക് കടക്കാം. ആദ്യ ഗെയിമിൽ 3 സ്റ്റേജുകളാണുള്ളത്. നമ്മൾ ചെയ്തത് ശരിയാണെങ്കിൽ ഒരു പുഞ്ചിരിക്കുന്ന മുഖം സ്ക്രീനിൽ തെളിയും. നമ്മൾ ക്ലിക്ക് ചെയ്ത പഴം അല്ല യഥാർത്ഥത്തിൽ അവിടെ വരേണ്ടത് എങ്കിൽ ഒരു അലാറം സൗണ്ട് കേൾക്കുന്നതാണ്. വീണ്ടും യോജിച്ചത് കണ്ടെത്തി ശരിയായത് ക്ലിക്ക് ചെയ്താൽ മതി. 1ാമത്തെ ഗെയിം പൂർത്തിയാക്കിയാൽ 2ാമത്തെ ഗെയിമിലേക്ക് കടക്കാം. ആകെ 7 സ്റ്റേജുകളാണ് ഈ കളിയിലുള്ളത്. ഓരോന്നിലും 3 ഗെയിമുകൾ വീതവുമുണ്ട്. ഇത്തരത്തിൽ കുട്ടികൾക്ക് ഈ കളിയുടെ എല്ലാ ലെവലുകളും കളിക്കാൻ സാധിക്കും. ഈ കളിയിലൂടെ കുട്ടികൾക്ക് വസ്തുക്കളെ ക്രമീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ ലഭിക്കുന്നു. ക്ലാസ് മുറിയിൽ ഓരോ കുട്ടിക്കും ഇതിനുള്ള അവസരം നൽകാൻ ദയവായി ശ്രദ്ധിക്കുമല്ലോ. ഏറെക്കുറെ നമ്മുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ആരുടെയും സഹായമില്ലാതെ ചെയ്യുന്നതായിരിക്കും. പിന്തുണ ആവശ്യമുള്ളവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുക. അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന 4ാമത്തെ യൂണിറ്റായ ഏതാണാ നിറം അഥവാ വിച്ച് കളർ ഇസ് ഇറ്റ് എന്ന പ്രവർത്തനത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.